ഹലോ, കുട്ടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാം. അപ്പം എങ്ങനെയാണ് നമുക്കത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എനിക്ക് ഏതാണ്ട് ഒരു 85 കിലോ വരും. ഇപ്പോൾ രാവിലെ ഞാൻ നടക്കാൻ പോകും. ഇപ്പം അത് കുറഞ്ഞ് ഒരു 70 കിലോയോളം ആക്കി വെച്ചിരിക്കുകയാണ് ഞാൻ. അതിൻ്റെ കാരണം രാവിലെ നടന്നിട്ട് വന്നിട്ട് ഞാൻ ഇത്രയും ഐറ്റം ഇട്ട് ഞാൻ വെള്ളം തിളപ്പിച്ച് കുടിക്കും. അപ്പോൾ അതിന് വേണ്ടുന്ന പിന്നെ എനിക്ക് മൂത്രത്തിൽ കല്ലുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഇലയും കൂടെ കൂടുതലായിട്ട് അതി വയ്ക്കുന്നുണ്ട്. അതാണ് ഇല മുളച്ചി. ഈ ഇലയുടെ അറ്റത്തിങ്ങനെ മുളച്ച് വരും വേറെ ഒരു ചെടിയും കൂടെ. ഇതേ ചെടി തന്നെ അറ്റത്തറ്റത്ത്. അതിനാ ഇല മുളച്ചി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്തോ? ഇത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതും കൂടെ ഇടുന്നുണ്ട്. ഇപ്പം എനിക്ക് നല്ല കുറവുണ്ട് അതിന്. അപ്പം ഇത് രാവിലെ ഞാൻ കുടിക്കാറുണ്ട്. നമ്മുടെ മല്ലിയില, ഉലുവ ഇല, മല്ലി, പട്ട, വെളുത്തുള്ളി, തുളസിയില, പേരയുടെ ഇല, കറിവേപ്പില, ഇനിയും ഒരു 5 നണി കുരുമുളകും കൂടെ. അത് ഞാൻ എടുത്തു വയ്ക്കാൻ മറന്നുപോയി. അതും കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് തിളച്ച് വറ്റിച്ച് 2 ഗ്ലാസ്സാക്കി ഞങ്ങൾ 2 പേരുടെ കുടിക്കും രാവിലെ നടന്നേച്ച് വന്നിട്ട്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. അതുകൊണ്ട് ഞാൻ കുരുമുളക് എടുത്ത് വെച്ചിട്ടില്ല. മഞ്ഞൾ, ഇത് നമ്മുടെ വീട്ടിലെ മഞ്ഞളാണ്. അത് ഉണങ്ങി വെച്ചിരിക്കുകയാണ്. അതും കൂടെ ഇടും മഞ്ഞൾ. ഇനി തേന് ലാസ്റ്റിലേ ഒഴിക്കത്തുള്ളൂ. നമ്മൾ കുടിക്കാൻ നേരത്തെ തേൻ ഒഴിച്ച് കുടിക്കും. അപ്പം നല്ലതായിട്ട് വെയിറ്റും കുറയും. നമ്മൾ നടന്നിട്ട് വരുമ്പോൾ നല്ലൊരു ജ്യൂസാണിത്. ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഞാൻ ഏതാണ്ട് ഒരു 6 മാസമായിട്ട് ഇപ്പോൾ ഇത് കുടിക്കുന്നുണ്ട്. കുടിക്കുന്നതിൻ്റെ കാരണം എനിക്ക് മൂത്രത്തിൽ കല്ലുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഇലമുളച്ചി നല്ലതാണെന്ന് എന്നോട് പലരും പറഞ്ഞു തന്നു. അത് കുടിച്ച് മാറി. അങ്ങനെ ഞാനും ഇത് കുടിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് നല്ല ഭേദമുണ്ട്. അപ്പം രാവിലെ നടന്നിട്ട് വരുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസായത്. നമുക്കിത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടെല്ലാം വെന്ത് അതിൻ്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങണം. നല്ല വെന്തിട്ട് കാണിക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എല്ലാം നല്ല തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൊണ്ടിട്ട് കൊടുക്കാം. കുറച്ച് മതി. അപ്പോൾ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ളവർക്കിത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. അത് കുടിക്കാം. പിന്നെ ഷുഗർ അഥവാ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, കൊച്ചു പിള്ളേരൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ, കൊച്ചു പിള്ളേരെന്ന് വെച്ചാൽ ഒരു 10-35 വയസ്സൊക്കെ ഉള്ളവർ വണ്ണം കുറയ്ക്കാനും ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഇത് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ തേനും കൂടെ ചേർക്കണം. അല്ലെ ഞങ്ങളും തേൻ ചേർക്കുന്നുണ്ട്. അഥവാ ഷുഗർ കുറഞ്ഞാലും നമുക്ക് പെട്ടെന്ന് ഇതിനകത്ത് മധുരം ഉണ്ടല്ലോ. അങ്ങനെ എനിക്ക് ഇതേവരെ 6 മാസമായിട്ട് യാതൊരു കുഴപ്പമില്ല. 85 കിലോ ഉള്ള ഞാനിപ്പോൾ 70 കിലോ ആയി. നല്ലതായിട്ട് എൻ്റെ വയറൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നും നടന്നേച്ച് വന്നിട്ട് ചായ കുടിക്കാൻ നിൽക്കത്തില്ല. 1 മണിക്കൂറെങ്കിലും കഴിയാതെ ചായയോ കാപ്പിയോ കുടിക്കുകയില്ല. അപ്പോൾ ഇതൊരു ഗ്ലാസ് കുടിക്കും. നിങ്ങൾ ചെയ്ത് നോക്ക്. ഇത്ര ഇഞ്ചിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇഞ്ചി എത്ര ഇട്ടാലും നല്ലതാണ്. ഇഞ്ചി ഇല്ലായിരുന്നു, കുറച്ചേ ഉള്ളൂ, ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഉലുവയിലയൊക്കെ നല്ലതായിട്ടിവിടെ വെന്ത് ഗുണം ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് തീ ഓഫ് ചെയ്ത് ജ്യൂസ് അരിച്ചെടുക്കാം. ഞാൻ ജ്യൂസ് അരിച്ചെടുത്തോണ്ട് വരട്ടെ. നമുക്ക് ഗ്ലാസ്സിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് 1 സ്പൂൺ വരെ ആകാം. ഇനി നമുക്കിതിലേക്ക് ജ്യൂസ് എടുത്തു. ഞാൻ എന്നും ജീരകം, നമ്മുടെ നല്ല ജീരകം ഇടുന്നതാണ്. ജീരകം ഇല്ലാഞ്ഞത് കൊണ്ടാണ് ഇടാഞ്ഞത്. ജീരകവും ചേർക്കാം. നല്ല ജീരകം ഇടണം. ഇന്ന് ജീരകം ഇല്ലാഞ്ഞത് കൊണ്ടാണ് ഇടാഞ്ഞത്. ഞാൻ പറയാൻ മറന്നുപോയി. അപ്പം നിങ്ങൾ ജീരകവും കൂടെ ചേർക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. നിങ്ങൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഞാൻ 6 മാസം കൊണ്ട് കുടിക്കുന്നതാണ്. എനിക്ക് യാതൊരു കുഴപ്പമില്ല. എൻ്റെ ഹസ്ബൻഡും കുടിക്കുന്നുണ്ട്. അപ്പം ഇത്
നല്ല ശരീരത്തിനൊക്കെ നല്ലതാണ്. നമ്മൾ നടന്നേച്ച് വരുമ്പോഴത്തേനും നമ്മുടെ ക്ഷീണവും മാറും, നമ്മുടെ വയറ് കുറയും. ഈ പട്ടയും ഇതൊക്കെ വയറ് കുറയ്ക്കാനൊക്കെ നല്ലതാണ്. അപ്പം നിങ്ങൾ ചെയ്തു നോക്കുക. ഇലമുളച്ചി വേണ്ടുന്നവരിട്ടാൽ മതി. അത് നമ്മൾ മൂത്രത്തിൽ കല്ലുള്ളവർക്കാണ് ചേർക്കുന്നത്. ഞാൻ അതുകൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.